ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർ മാത്രമല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ലയണൽ മെസ്സിക്കാണ്. രാഷ്ട്രീയം, സ്പോർട്സ്, സിനിമ തുടങ്ങി ഏത് മേഖല എടുത്തു നോക്കിയാലും ജനങ്ങൾക്കിടയിലെ മെസ്സിയുടെ ഈ മേധാവിത്വം പ്രകടമാണ്. മെസ്സി ഇല്ലാത്ത ലോകകപ്പിനെ കുറിച്ച് ഫിഫയ്ക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വർഷങ്ങളാണ് കടന്നു പോയിരിക്കുന്നത്. അതിന് കാരണവും ഈ ആരാധക പിൻബലം കൂടിയാണ്. മെസ്സി കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഫുട്ബോൾ കാണുന്നതെന്നത് കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലും ഫിഫ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. ഇത് സംബന്ധിച്ച നിരവധി കണക്കുകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. ഇതുവരെ കഴിഞ്ഞ ലോകകപ്പ് മത്സരങ്ങൾ നോക്കുമ്പോൾ പോലും മെസ്സിയുടെ മേധാവിത്വം പ്രകടമാണ്. അന്താരാഷ്ട്ര കരിയറിൽ 100-ലധികം ഗോളുകൾ നേടി മുന്നേറുന്ന മെസ്സി ഈ ലോകകപ്പിലും ഗോൾ കീപ്പർമാരുടെ പേടി സ്വപ്നമായാണ് കളി തുടങ്ങിയിരിക്കുന്നത്. വീണെടുത്തു നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ രാജാവെന്ന് ലയണൽ മെസ്സി ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ജൂൺ 22-ന് ടെക്സാസിലെ ഡാളസ് കൗബോയ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. മത്സരത്തിന് തുടക്കത്തിൽ ലൗട്ടാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി കിക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞില്ല. ദുർബലമായ കിക്ക് പോസ്റ്റിന് വെളിയിലേക്ക് പോയപ്പോൾ ആരാധകർ ഒന്നടങ്കം ഞെട്ടി. എന്നാൽ സാധാരണ കളിക്കാർ സമ്മർദ്ദത്തിൽ തളർന്നു പോകുമ്പോൾ മെസ്സി ആ പിഴവിനെ തന്റെ വിജയത്തിനുള്ള ഇന്ധനമാക്കി മാറ്റുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. പെനാൽറ്റി നഷ്ടത്തിലായതിനുള്ള തന്റെ കടുത്ത ദേഷ്യം മെസ്സി മൈതാനത്ത് തീർത്തത് 2 ഗംഭീര ഗോളുകളിലൂടെയായിരുന്നു. മത്സരത്തിന്റെ 38-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തെ ആവേശക്കടലാക്കി മെസ്സി അർജന്റീനയുടെ ആദ്യ ഗോൾ നേടി. തുടർന്ന് 2-ാം പകുതിയിലെ പരുക്ക് സമയത്ത് തന്റെ ഇരട്ട ഗോളും അക്കൗണ്ടിലാക്കി അദ്ദേഹം ചരിത്രം പൂർണ്ണമാക്കി. ഈ ഗോളുകളോടെ ജർമ്മനിയുടെ ഇതിഹാസ താരം മിറോസ്ലാവ് ക്ലോസിന്റെ 16 ലോകകപ്പ് ഗോളുകൾ എന്ന എക്കാലത്തെയും വലിയ റെക്കോർഡാണ് മെസ്സി മറികടന്നത്. ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ നേടിയ ഹാട്രിക്കിനൊപ്പം ഈ ഇരട്ട ഗോളുകൾ കൂടി ചേർന്നതോടെ മെസ്സിയുടെ ആകെ ലോകകപ്പ് ഗോളുകളുടെ എണ്ണം 18-ആയി ഉയർന്നു. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന അപൂർവ നേട്ടം ഇനി ഇടംകാലൻ മാലഗയ്ക്ക് സ്വന്തം. ഈ ഒരൊറ്റ മത്സരത്തോടെ ഫുട്ബോൾ ലോകത്തെ 4 പ്രധാന നാഴിക കല്ലുകളാണ് മെസ്സി തന്റെ പേരിൽ മാറ്റി എഴുതിയത്. ഈ ചരിത്ര നേട്ടം ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലും തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. മെസ്സി സ്വന്തമാക്കിയ ആ 4 റെക്കോർഡുകൾ ഇങ്ങനെയാണ്: 1. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു താരം നേടുന്ന ഏറ്റവും കൂടുതൽ ഗോളുകൾ, അതായത് 18 ഗോളുകൾ. 2. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരം, 28 മത്സരങ്ങളാണ് മെസ്സി ഇതുവരെ കളിച്ചത്. 3. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച കളിക്കാരൻ. 4. ലോകകപ്പ് ചരിത്രത്തിൽ മൈതാനത്ത് ഏറ്റവും കൂടുതൽ സമയം കളിച്ച താരം, കൃത്യമായി പറഞ്ഞാൽ 2489 മിനിറ്റുകൾ. പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ച് തന്റെ 6ാമത്തെ ലോകകപ്പിലും മെസ്സി ലോകത്തെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കറായി തുടരുകയാണ്. നിലവിൽ ഗ്രൂപ്പ് ജെയിൽ തകർപ്പൻ ഫോമിലാണ് അർജന്റീന മുന്നേറുന്നത്. ലോകകപ്പ് ഫുട്ബോൾ എന്നും അപ്രതീക്ഷിത മുഹൂർത്തങ്ങളുടെയും മറക്കാനാകാത്ത ഗോളുകളുടെ മഹോത്സവമാണ്. എന്നാൽ 2026 ലോകകപ്പ് ആ പാരമ്പര്യത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. കാനഡയും മെക്സിക്കോയും അമേരിക്കയും ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന ഈ ടൂർണമെന്റ് കേവലം വിജയികളെയും പരാജിതരെയും മാത്രം നിർണ്ണയിക്കുന്നില്ല, മറിച്ച് ഫുട്ബോൾ ചരിത്രത്തിലെ ഗോൾ വേട്ടയുടെ പുതിയ മാനദണ്ഡങ്ങളും സൃഷ്ടിക്കുകയാണ്. ടൂർണമെന്റിന്റെ ആദ്യ 33 മത്സരങ്ങൾ പിന്നിടുമ്പോഴേക്കും 100 ഗോളുകൾ എന്ന നാഴികക്കല്ലിൽ പിന്നിട്ടത് ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ അപൂർവ നേട്ടമാണ്. 1958-ന് ശേഷമുള്ള എല്ലാ ലോകകപ്പുകളെയും മറികടന്ന് ഏറ്റവും വേഗത്തിൽ ഈ നേട്ടത്തിലെത്തിയ പതിപ്പായി 2026 ലോകകപ്പ് മാറിയിരിക്കുകയാണ്. ഈ കണക്കിന് പിന്നിൽ വെറും മത്സര ഫുട്ബോൾ മാത്രമല്ല, ആധുനിക സാങ്കേതിക വിദ്യയും കാലാവസ്ഥയും തന്ത്രപരമായ മാറ്റങ്ങളും കളിക്കാരുടെ മാനസികാവസ്ഥയും വരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓരോ മത്സരവും അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ ഗോളുകൾ പിറക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിരോധം കേന്ദ്രീകരിച്ചാണ് കളി തുടങ്ങുന്നതെങ്കിലും ചെറിയൊരു പിഴവ് പോലും എതിരാളികൾ കൃത്യമായി മുതലെടുക്കുന്നു. അതിനാൽ ഒരിക്കൽ സമനിലയിലേക്ക് നീങ്ങുമെന്ന് കരുതിയ മത്സരങ്ങൾ പോലും അവസാന മിനിറ്റുകളിൽ ഗോൾ മഴയായി മാറുന്ന കാഴ്ചകൾ ആവർത്തിക്കപ്പെടുന്നു. ഫുട്ബോൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 1954-ലെ സ്വിറ്റ്സർലൻഡ് ലോകകപ്പിലാണ് ഏറ്റവും വേഗതയിൽ 100 ഗോളുകൾ പിറന്നത്. അന്ന് വെറും 20 മത്സരങ്ങൾ വരെയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം നടന്ന ടൂർണമെന്റുകളിൽ ഈ നേട്ടത്തിലെത്താൻ കൂടുതൽ മത്സരങ്ങൾ ആവശ്യമായിരുന്നു. 2014 ബ്രസീൽ ലോകകപ്പിലും 1982-ലെ ലോകകപ്പിലും 36 മത്സരങ്ങൾ പിന്നിട്ട ശേഷമാണ് ഗോളുകളുടെ സെഞ്ചുറി തികഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ 2026 ലോകകപ്പിന്റെ വേഗത ആധുനിക ഫുട്ബോളിലെ മത്സര മനോഭാവത്തിന്റെ വ്യക്തമായ തെളിവായി മാറുകയാണ്. നിലവിൽ ഒരു മത്സരത്തിൽ ശരാശരി 3 ഗോളിലധികം പിറക്കുന്നത് ആരാധകർക്ക് അപൂർവമായി വിനോദ അനുഭവമാണ് സമ്മാനിക്കുന്നത്.
ഗോളുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നായി ഇത്തവണ ഉപയോഗിക്കുന്ന ഔദ്യോഗിക പന്തിനെയും പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. അഡിഡാസ് അവതരിപ്പിച്ച ട്രയോണ്ട പന്ത് വായിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ദിശാമാറ്റം കാണിക്കുന്നുവെന്നാണ് മുൻ ഗോൾ കീപ്പർമാരും പരിശീലകരും വിലയിരുത്തുന്നത്. ശക്തമായ ഷോട്ടുകൾക്ക് പുറമെ മധ്യദൂരത്തിൽ നിന്ന് പോലും പന്ത് അവസാന നിമിഷത്തിൽ വഴിമാറുന്നതിനാൽ ഗോൾ കീപ്പർമാർക്ക് കൃത്യമായി പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. നിരവധി മത്സരങ്ങളിൽ ബോക്സിന് പുറത്തുനിന്നുള്ള ലോങ് റേഞ്ച് ഷോട്ടുകൾ വലയിലെത്തിയത് ഈ സവിശേഷതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ കരുത്ത് പകർന്നിട്ടുണ്ട്. 2010 ലോകകപ്പിലെ വിവാദ ജാബൂലാനി പന്തിനെ ചുറ്റിപ്പറ്റി ഉയർന്ന വിമർശനങ്ങൾ പലർക്കും ഇപ്പോൾ ഓർമ്മ വരുന്നു. അന്നും ഗോൾ കീപ്പർമാർ പന്തിന്റെ അസാധാരണ സ്വഭാവത്തെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നു. 2026 പന്തും സമാന രീതിയിൽ വായുവിൽ പെരുമാറുന്നുവെന്നാണ് ചില മുൻ താരങ്ങളുടെ വിലയിരുത്തൽ. അതിന്റെ ഫലമായി ദീർഘദൂര ഷോട്ടുകളും ഫ്രീ കിക്കുകളും കോർണറുകളിൽ നിന്നുള്ള നീക്കങ്ങളും കൂടുതൽ അപകടകരമാവുകയും എതിർ ടീമുകൾക്ക് അധിക ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. ഈ ലോകകപ്പിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്നുവെന്നതും ഗോളുകളുടെ എണ്ണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. കൂടുതൽ രാജ്യങ്ങൾക്ക് അവസരം ലഭിച്ചതോടെ ഫുട്ബോൾ ശൈലികളിലും നിലവാരത്തിലും വലിയ വൈവിധ്യം കാണാനാകുന്നു. ചില ചെറു രാജ്യങ്ങൾ ശക്തരായ എതിരാളികൾക്കെതിരെ മികച്ച പ്രതിരോധം കാഴ്ചവെക്കുമ്പോൾ ചില മത്സരങ്ങളിൽ അനുഭവസമ്പന്നരായ ടീമുകൾ വൻ വിജയങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഈ വ്യത്യാസം തന്നെ ഗോളുകളുടെ ശരാശരി ഉയരാൻ കാരണമായിട്ടുണ്ട്. അതേസമയം പല നവാഗത ടീമുകളും പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഫുട്ബോൾ ലോകത്തെ അമ്പരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥയും ഇത്തവണ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഘടകമാണ്. ഖത്തറിലെ ശൈത്യകാല സാഹചര്യത്തിൽ നടന്ന മുൻ ലോകകപ്പിനേക്കാൾ വ്യത്യസ്തമായി വടക്കേ അമേരിക്കയിലെ വേനൽ ചൂടിലാണ് ഇപ്പോഴത്തെ മത്സരങ്ങൾ നടക്കുന്നത്. ഉയർന്ന താപനില കാരണം മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ കളിക്കാർ കൂടുതൽ ക്ഷീണിതരാവുകയും പ്രതിരോധത്തിലെ ഏകാഗ്രത കുറയുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി 75-ാം മിനിറ്റിന് ശേഷമുള്ള സമയങ്ങളിൽ കൂടുതൽ ഗോളുകൾ പിറക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. അവസാന മിനിറ്റുകളിലെ ചെറിയ പിഴവുകൾ പോലും എതിരാളികൾ കൃത്യമായി മുതലെടുത്ത് മത്സരഫലം മാറ്റിമറിക്കുന്ന കാഴ്ചകൾ പതിവായി മാറിയിരിക്കുകയാണ്. കടുത്ത ചൂട് പരിഗണിച്ച് അനുവദിച്ച ഹൈഡ്രേഷൻ ബ്രേക്കുകളും കളിയുടെ ഗതിയെ സ്വാധീനിക്കുന്നു. കുടിവെള്ള ഇടവേള മാത്രമല്ല, പരിശീലകർക്ക് തന്ത്രങ്ങൾ പുനഃക്രമീകരിക്കാനും കളിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഇത് മികച്ച അവസരമായി മാറിയിട്ടുണ്ട്. വീഡിയോ വിശകലനവും പെട്ടെന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകളും ഈ ഇടവേളകളിൽ ആസൂത്രണം ചെയ്യപ്പെടുന്നു. ഒരു ടീമിന്റെ കളിരീതി തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മാറുന്ന സാഹചര്യം പല മത്സരങ്ങളിലും കാണാനായിട്ടുണ്ട്. അതിനാൽ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നത് ശാരീരിക വിശ്രമം മാത്രമല്ല, ആധുനിക ഫുട്ബോളിലെ തത്സമയ തന്ത്രപരമായ ആയുധമായി മാറിക്കഴിഞ്ഞു. അതേസമയം ലോകത്തിലെ മികച്ച സ്ട്രൈക്കർമാരുടെ മികച്ച ഫോമും ഈ ഗോൾ പ്രളയത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അനുഭവ സമ്പന്നരും യുവതാരങ്ങളും ഒരേപോലെ മികച്ച ആത്മവിശ്വാസത്തോടെ കളത്തിലിറങ്ങുന്ന സാഹചര്യമാണ് കാണുന്നത്. ചെറിയ അവസരം ലഭിച്ചാൽ പോലും ഷോട്ട് എടുക്കാൻ മടിയില്ലാത്ത മത്സര മനോഭാവം ടീമുകളെ കൂടുതൽ അപകടകാരികളാക്കുന്നു. ബോക്സിന് പുറത്തുനിന്നുള്ള ശ്രമങ്ങൾ, വേഗമേറിയ കൗണ്ടർ അറ്റാക്കുകൾ, ഉയർന്ന പ്രസ്സിംഗ്, കൃത്യമായ ഫിനിഷിംഗ് എന്നിവയുടെ സംയോജനം ഗോളുകളുടെ എണ്ണം ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട്. ആധുനിക ഡാറ്റ അനലിറ്റിക്സും കായിക ശാസ്ത്രവും പരിശീലന രീതികളും ടീമുകളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. എതിരാളികളുടെ ദൗർബല്യങ്ങൾ കൃത്യമായി പഠിച്ച് അതിനനുസരിച്ച് മത്സരങ്ങൾക്കിടയിലും തന്ത്രങ്ങൾ മാറ്റുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ പഴയ കാലത്തെ സൂക്ഷ്മ പ്രതിരോധ ഫുട്ബോളിന് പകരം നിരന്തരം മത്സരം ലക്ഷ്യമിടുന്ന ശൈലിയാണ് കൂടുതൽ ടീമുകളും സ്വീകരിക്കുന്നത്. വെറുമൊരു കായിക വിനോദത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരവും ജീവിതത്തിന്റെ തന്നെ ഭാഗവുമാണ് ഇന്ന് ഫുട്ബോൾ. ആ യാഥാർത്ഥ്യത്തെ അടിവരയിടുന്ന ഒന്നായി 2026 ഈ ലോകകപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. മൈതാനത്തെ ഗോളുകളുടെ എണ്ണത്തിലോ തകർക്കപ്പെടുന്ന റെക്കോർഡുകളിലോ മാത്രമല്ല ഈ ടൂർണമെന്റിന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. മറിച്ച് അത് ഫുട്ബോൾ എന്ന കളിയുടെ പരിണാമത്തിന് പുതിയ ദിശാബോധം തന്നെ നൽകുന്നു. ശാസ്ത്രീയവും സാങ്കേതികവുമായ പുരോഗതികൾക്കൊപ്പം മനുഷ്യന്റെ കായികക്ഷമതയും തന്ത്രങ്ങളും എങ്ങനെ പരസ്പരം ലയിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് കായിക ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ എന്നത് വെറുമൊരു 90 മിനിറ്റ് മത്സരമല്ല, അത് ഭൂഖണ്ഡങ്ങളുടെ അതിരുകൾ മായ്ച്ച് ഭാഷഭേദമില്ലാതെ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ആഗോള ഉത്സവമാണ്. ടൂർണമെന്റ് അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടങ്ങളിലേക്ക് മാറുമ്പോൾ ഇനിയും നിരവധി റെക്കോർഡുകൾ തകർന്നടിയുമെന്ന് ഉറപ്പാണ്. എന്നാൽ അതിനുമപ്പുറം മൈതാനത്തെ ഓരോ ചലനവും ശ്വാസം അടക്കി പിടിച്ച് കാണുന്ന തെരുവുകളിലും സ്റ്റേഡിയങ്ങളിലും ഒരേ മനസ്സോടെ ആർത്തു വിളിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പാണ് ഈ ലോകകപ്പിനെ സവിശേഷമാക്കുന്നത്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ ഫുട്ബോൾ പ്രേമം അതിന്റെ എല്ലാ ആവേശത്തോടും പുതുമയോടും കൂടി ജീവസുറ്റതായി നിലനിൽക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി 2026 ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ ഇടം പിടിക്കും.